മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സീതയെ തോഴിമാരും സ്വന്തം മാതാക്കളും ചേർന്ന് നന്നായി അണിയിച്ചൊരുക്കി. മൈഥിലി എന്നാൽ സീത, പരിചാരികമാർ എന്നാൽ തോഴിമാർ, നിജ എന്നാൽ തന്റെ അല്ലെങ്കിൽ സ്വന്തം, ചമയിക്കുക എന്നാൽ അലങ്കരിക്കുക, അണിയിച്ചൊരുക്കുക. മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സീതയെ തോഴിമാരും സ്വന്തം മാതാക്കളും ചേർന്ന് നന്നായി അണിയിച്ചൊരുക്കി. ശ്രീരാമൻ ത്രയംബകവില്ല് രണ്ടായി ഒടിച്ചതിനെ തുടർന്ന് പിന്നീട് അവിടെ നടക്കേണ്ടത് ശ്രീരാമന്റെയും സീതയുടെയും വിവാഹമാണ്. ആ വിവാഹത്തിനു വേണ്ടിയാണ് സീതയെ തോഴിമാരും മാതാക്കളും ചേർന്ന് നന്നായി അണിയിച്ചൊരുക്കിയത്. പിന്നീട് അവിടെ അണിയിച്ചൊരുക്കിയ സീതയെക്കുറിച്ചും സീതയുടെ സ്വഭാവ ശുദ്ധിയും സൗന്ദര്യവും വെളിപ്പെടുത്തുന്ന പ്രവൃത്തികളുമാണ് കവി പറയാൻ ശ്രമിക്കുന്നത്. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണ്ണ നിറമുള്ള മനോഹരിയായ അല്ലെങ്കിൽ സുന്ദരിയായ സീത ഭംഗിയോടെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറമുള്ള മനോഹരിയായ സീത. വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം. സ്വർണ്ണ നിറമുള്ള മനോഹരിയായ സീത സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് ശോഭയോടെ ഭംഗിയോടെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു. എന്നിട്ട് എന്താണ് സീത ചെയ്തത്? സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി. സ്വർണമാലയും ധരിച്ച് ആദരായി മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ. സീത സ്വർണമാലയും ധരിച്ച് ശ്രീരാമനോടുള്ള ബഹുമാനത്തോടെ പതുക്കെ പതുക്കെ അർണോജനേത്രൻ മുമ്പിൽ അഥവാ ശ്രീരാമന്റെ മുമ്പിൽ നാണത്തോടെ വിനീതയായി വന്നു. സ്വർണമാലയും ധരിച്ച് ആദരാൽ. സീത സ്വർണമാലയും ധരിച്ച് ആദരാൽ എന്നാൽ ആദരവോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടെ. സീത സ്വർണമാലയും ധരിച്ച് ശ്രീരാമനോടുള്ള ബഹുമാനത്തോടെ മന്ദം മന്ദം അർണോജ നേതൃ മുമ്പിൽ സത്രപം വിനീതയായി വന്നു. മന്ദം മന്ദം എന്നാൽ പതുക്കെ പതുക്കെ. അർണോജ നേത്രൻ, അർണം എന്നാൽ ജലം എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ജം എന്നാൽ ജനിച്ച, അർണോജം എന്നാൽ ജലത്തിൽ ജനിച്ചത്, അതായത് താമര. നേത്രം എന്നാൽ കണ്ണ്. അർണോജ നേത്രൻ എന്നാൽ താമര പോലെയുള്ള കണ്ണുകൾ ഉള്ളവൻ, അതായത് ശ്രീരാമൻ. മന്ദം മന്ദം അർണോജ നേത്രൻ മുമ്പിൽ എന്നാൽ പതുക്കെ പതുക്കെ ശ്രീരാമന്റെ മുമ്പിൽ. സത്രപം വിനീതയായി വന്നു. സത്രപ എന്നാൽ നാണം എന്നാണ് അർത്ഥം. സത്രപം എന്നാൽ നാണത്തോടെ അല്ലെങ്കിൽ നാണത്തോടു കൂടി. സസ്നേഹം എന്നാൽ സ്നേഹത്തോടു കൂടി. സവിനയം എന്നാൽ വിനയത്തോടു കൂടി. അതുപോലെ തന്നെ സത്രപം എന്നാൽ നാണത്തോടെ അല്ലെങ്കിൽ നാണത്തോടു കൂടി. സീത സ്വർണമാലയും ധരിച്ച് ശ്രീരാമനോടുള്ള ബഹുമാനത്തോടെ പതുക്കെ പതുക്കെ അർണോജ നേത്ര മുമ്പിൽ അഥവാ ശ്രീരാമന്റെ മുമ്പിൽ നാണത്തോടെ വിനീതയായി വന്നു നിന്നു. വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടീടിനാൾ. വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥ മാലയുമിട്ടീടിനാൾ. സീത തന്റെ താമര മിഴികൾ കൊണ്ട് ശ്രീരാമനെ ഒന്ന് നോക്കി. പിന്നാലെ വരണാർത്ഥമാല അല്ലെങ്കിൽ വിവാഹമാലയും ശ്രീരാമന്റെ കഴുത്തിൽ ഇട്ടു. വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൾ മുന്നേ ശ്രീരാമന്റെ മുമ്പിൽ വന്ന് നേത്രോൽപലമാല ആദ്യം ഇട്ടു. നേത്രോൽപലമാല എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നേത്രം എന്നാൽ കണ്ണ്, ഉൽപ്പലം എന്നാൽ താമര. നേത്രോൽപലം എന്നാൽ നേത്രമാകുന്ന താമര. നേത്രോൽപലമാലയും ഇട്ടാൾ മുന്നേ കണ്ണുകളാകുന്ന താമര കൊണ്ടുള്ള മാലയും ആദ്യം ഇട്ടു. മുന്നേ എന്നാൽ ആദ്യം. അതായത് സീതയുടെ താമര പോലെയുള്ള കണ്ണുകൾ കൊണ്ട് ശ്രീരാമനെ ആദ്യം ഒന്ന് നോക്കി. ആ ഒരു കാര്യമാണ് ഇത്രയും വർണ്ണിച്ച് ഭംഗിയായി എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ നേത്രോൽപലമാല എന്നത് പ്രത്യേകിച്ച് ഒരു മാലയൊന്നുമല്ല.
അത് തന്നെയാണ് കവിത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സീത തന്റെ താമരമിഴികൾ കൊണ്ട് ശ്രീരാമനെ ഒന്ന് നോക്കി. പിന്നാലെ വരണാർത്ഥ മാലയും ഇട്ടിയിടിനാൾ. പിന്നാലെ വിവാഹമാലയും ശ്രീരാമന്റെ കഴുത്തിൽ ഇട്ടു. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. സീത അണിയിച്ച മാല ധരിച്ച് നീല താമരയുടെ കാന്തിയുണ്ടായ ബാലകൻ ശ്രീരാമൻ ഏറ്റവും നന്നായി പ്രകാശിച്ചു. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും. ഉൽപ്പലം എന്നാൽ താമര, നീലോൽപ്പലം എന്നാൽ നീല താമര. നീലോൽപല കാന്തി തേടും എന്നാൽ നീല താമരയുടെ ഭംഗിയുള്ള. തേടുക എന്നാൽ നേടുക, ഉണ്ടാവുക, പ്രാപിക്കുക, ഉണ്ടായിരിക്കുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. അപ്പോൾ മാല ധരിച്ച് നീല താമരയുടെ കാന്തിയുണ്ടായ ബാലകൻ ശ്രീരാമൻ ഏറ്റവും നന്നായി വിളങ്ങിനാൻ. വിളങ്ങുക എന്നാൽ പ്രകാശിക്കുക, വിളങ്ങിനാൻ എന്നാൽ പ്രകാശിച്ചു. അപ്പോൾ സീത അണിയിച്ച മാല ധരിച്ച നീല താമരയുടെ കാന്തിയുണ്ടായ ബാലകൻ ശ്രീരാമൻ ഏറ്റവും നന്നായി വിളങ്ങി അല്ലെങ്കിൽ പ്രകാശിച്ചു. ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവர்களுം. ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവർകളും. സീതയ്ക്കനുരൂപനായി ശോഭിച്ചിടുന്ന രാജകുമാരൻ ശ്രീരാമനെ കണ്ട ബഹുമാനരായ എല്ലാവരും. ഭൂമി നന്ദന എന്നാൽ സീത, നന്ദന എന്നാൽ മകൾ, ഭൂമി നന്ദന എന്നാൽ ഭൂമിയുടെ മകൾ അഥവാ സീത. ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും എന്നാൽ സീതയ്ക്ക് അനുരൂപനായി ശോഭിച്ചിടുന്ന. ഭൂമി പാലക ബാലൻ എന്നാൽ ഭൂമിപാലകൻ എന്നാൽ രാജാവ്. ഭൂമിപാലക ബാലൻ എന്നാൽ രാജാവിന്റെ പുത്രൻ അഥവാ ദശരഥ പുത്രൻ ശ്രീരാമൻ. ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും. സീതയ്ക്കനുരൂപനായി ശോഭിച്ചിടുന്ന രാജകുമാരൻ ശ്രീരാമനെ കണ്ട ബഹുമാനരായ എല്ലാവരും. മറ്റുള്ളവരെ ബഹുമാനപൂർവ്വം പറയുമ്പോഴാണ് അവർകൾ എന്ന് പറയുന്നത്. അപ്പോൾ സീതയ്ക്കനുരൂപനായി ശോഭിച്ചിടുന്ന ശ്രീരാമൻ, രാജകുമാരൻ ശ്രീരാമനെ കണ്ട ബഹുമാനരായ എല്ലാവരും എന്താണ് ചെയ്തത്? ആനന്ദാംബുതി തന്നിൽ വീണുടൻ ഒഴുകിനാർ മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാർ. ആനന്ദാംബുതി തന്നിൽ വീണുടൻ ഒഴുകിനാർ മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാർ. സീതയ്ക്ക് അനുരൂപനായി ശോഭിച്ചിടുന്ന രാജകുമാരനായ ശ്രീരാമനെ കണ്ട ബഹുമാനരായ എല്ലാവരും ആഹ്ലാദക്കടലിൽ അല്ലെങ്കിൽ ആനന്ദാംബുതി ആഹ്ലാദക്കടലിൽ വീണ് ഒഴുകി മാനവവീരൻ വാഴുക എന്ന് ആശംസിക്കുകയും ചെയ്തു. അമ്പുതി എന്നാൽ കടൽ, ആനന്ദാംബുതി എന്നാൽ ആനന്ദ കടൽ അല്ലെങ്കിൽ ആഹ്ലാദ കടൽ. ആഹ്ലാദക്കടലിൽ വീണ് മാനവവീരൻ വാഴുക എന്നാശിയും ചൊല്ലിയിടിനാർ. ആശി എന്നാൽ ആശംസ, മാനവവീരൻ എന്നാൽ മനുഷ്യരിൽ വീരനായവൻ. വാഴുക എന്നാശിയും ചൊല്ലിയിടിനാർ, വാഴുക എന്ന് ആശംസിക്കുകയും ചെയ്തു. അപ്പോൾ സീതയ്ക്ക് അനുരൂപനായി ശോഭിച്ചിടുന്ന രാജകുമാരനായ ശ്രീരാമനെ കണ്ട ബഹുമാനരായ എല്ലാവരും ആഹ്ലാദക്കടലിൽ വീണ് ഒഴുകി മാനവവീരൻ വാഴുക എന്ന് ആശംസിക്കുകയും ചെയ്തു. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടേണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചൊന്ന ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. ആ സമയത്ത് ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി സമയം കളയാതെ ദശരഥ രാജാവിനെ വരുത്താൻ പെട്ടെന്ന് ദൂതന്മാരുടെ കയ്യിൽ കത്ത് കൊടുത്ത് അയക്കണം. അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചൊന്ന. അന്നേരം എന്നാൽ ആ സമയത്ത് ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ.
ഇനി കാലത്തെ കളയാതെ, എന്നാൽ ഇനി സമയം കളയാതെ പത്രവും കൊടുത്തയച്ചു വിടണം ദൂതന്മാരെ. പത്രം എന്നാൽ കത്ത്, സത്വരം എന്നാൽ പെട്ടെന്ന്. പെട്ടെന്ന് ദൂതന്മാരുടെ കയ്യിൽ കത്ത് കൊടുത്തയക്കണം. എന്തിനു വേണ്ടിയാണ്? ദശരഥ ഭൂപനെ വരുത്തുവാൻ. ഭൂപൻ എന്നാൽ രാജാവ്. ദശരഥ രാജാവിനെ വരുത്താൻ പെട്ടെന്ന് ദൂതന്മാരുടെ കയ്യിൽ കത്ത് കൊടുത്തയക്കണം. ആ സമയത്ത് ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി സമയം കളയാതെ ദശരഥ രാജാവിനെ വരുത്തുവാൻ പെട്ടെന്ന് ദൂതന്മാരുടെ കയ്യിൽ കത്ത് കൊടുത്തയക്കണം. ആദ്യത്തെ ചോദ്യം, സ്വയംവരത്തിനായി മൈഥിലിയെ അണിയിച്ചൊരുക്കിയത് ആര്? മൈഥിലിയുടെ സ്വന്തം മാതാക്കന്മാരും പരിചാരികമാരും ചേർന്നാണ് മൈഥിലിയെ അണിയിച്ചൊരുക്കിയത്. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് മനോഹരിയായ സീതയുടെ ചെയ്തികൾ എന്തെല്ലാം? സീത പതുക്കെ പതുക്കെ നാണത്തോടെയും വിനയത്തോടെയും ശ്രീരാമന്റെ മുമ്പിൽ വരികയും ആദ്യം ശ്രീരാമനെ തന്റെ താമരമിഴികൾ കൊണ്ട് ഒന്ന് നോക്കിയ ശേഷം വിവാഹമാല ശ്രീരാമന്റെ കഴുത്തിൽ അണിയിക്കുകയും ചെയ്തു. സീതയ്ക്ക് അനുരൂപനായി ശോഭിച്ചുവിടുന്ന രാജകുമാരനായ ശ്രീരാമനെ കണ്ട് രാജസന്നിധിയിൽ ഉണ്ടായിരുന്നവർ എന്താണ് ചെയ്തത്? രാജസന്നിധിയിൽ ഉണ്ടായിരുന്നവർ ശ്രീരാമനെ കണ്ട് ആനന്ദത്താൽ മാനവവീരൻ വാഴുക എന്ന് ആശംസിച്ചു. സീതാ സ്വയംവരത്തിനു ശേഷം ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയെ വന്ദിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഇനി സമയം കളയാതെ ദശരഥ രാജാവിനെ വരുത്താൻ ദൂതന്മാരുടെ കയ്യിൽ ഉടനെ കത്ത് കൊടുത്തയക്കണം എന്നാണ് വിശ്വാമിത്ര മഹർഷിയെ വന്ദിച്ചുകൊണ്ട് ജനക മഹാരാജാവ് പറഞ്ഞത്. അടുത്ത ചോദ്യം, പ്രയോഗ ഭംഗി വിശദീകരിക്കുക. രാമൻ ത്രയംബക ചാപം ഒടിച്ചപ്പോൾ ഉണ്ടായ ശബ്ദഘോഷത്തെ കവി ഇടിമുഴക്കത്തോടാണല്ലോ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് സീതയിലും സദസ്യരിലുമുണ്ടായ ഭാവഭേദങ്ങൾ കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെ? കുറിപ്പ് തയ്യാറാക്കുക. ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ആദ്യം കവിയെക്കുറിച്ച് ഒരു വാക്യം എഴുതണം. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. വാൽമീകി മഹർഷി സംസ്കൃതത്തിൽ രചിച്ച രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് എഴുത്തച്ഛൻ രചിച്ച കൃതിയാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. ഈ കൃതിയിലെ ഒരു അധ്യായമായ ബാലകാണ്ഡത്തിൽ വരുന്ന ഒരു പ്രധാന സംഭവമാണ് സീതാ സ്വയംവരം. ഈ സീതാ സ്വയംവരത്തിൽ വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ ത്രയംബക വില്ല് എടുത്ത് കുലയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ആ വില്ല് ഭയങ്കര ശബ്ദത്തോടെ രണ്ടായി ഒടിഞ്ഞു. വില്ലൊടിച്ചപ്പോൾ ഉണ്ടായ ഈ വലിയ ശബ്ദത്തെ ഇടിമുഴക്കത്തോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. ഇടിവെട്ടിയിടും പോലെയുള്ള ആ ശബ്ദം ഈരേഴ് ലോകങ്ങളിലും മുഴങ്ങി കേട്ടു. സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വന്ന മറ്റ് രാജാക്കന്മാർ പാമ്പുകളെ പോലെ നടുങ്ങി. ഇടിവെട്ടുമ്പോൾ സന്തോഷിക്കുന്ന പെൺമയലിനെ പോലെ സീത സന്തോഷിച്ചു. വിശ്വാമിത്രന്റെ മനസ്സും സന്തോഷിച്ചു. ത്രയംബക വില്ല് ഒടിഞ്ഞപ്പോൾ ഉണ്ടായ ശബ്ദം ഇടിമുഴക്കത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതും ആ സമയം സീതയ്ക്കും വിശ്വാമിത്രനും ഉണ്ടായ അനുഭവങ്ങളെ അനുവാചകന് മനസ്സിലാകുന്ന പോലെ വർണ്ണിക്കുന്നതും കവിയുടെ വർണ്ണന പാഠവത്തിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. അനുവാചകൻ എന്നാൽ വായനക്കാരൻ അല്ലെങ്കിൽ വായിക്കുന്നവൻ. സ്വർണവർണ്ണത്തിൽ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ. സീതയുടെ രൂപഗുണങ്ങളാണല്ലോ ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്നത്. നായികയുടെ സ്വഭാവ ഗുണങ്ങൾ എഴുത്തച്ഛൻ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ലഘു കുറിപ്പ് തയ്യാറാക്കുക. വാൽമീകി മഹർഷി സംസ്കൃതത്തിൽ രചിച്ച രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് എഴുത്തച്ഛൻ രചിച്ച കൃതിയാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. ഈ കൃതിയിലെ ഒരു അധ്യായമായ ബാലകാണ്ഡത്തിൽ വരുന്ന ഒരു പ്രധാന സംഭവമാണ് സീതാ സ്വയംവരം. ഈ സ്വയംവരത്തിൽ ശ്രീരാമൻ ത്രയംബക വില്ല് ഒടിച്ചയുടനെ സീതയെ അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്നു. ഈ സന്ദർഭമാണ് എഴുത്തച്ഛൻ സീതയുടെ രൂപഗുണങ്ങളും സ്വഭാവ ഗുണങ്ങളും വർണ്ണിക്കാൻ ഉപയോഗിക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് മനോഹരിയായ സീത കയ്യിൽ വിവാഹമാലയും പിടിച്ച് പതുക്കെ പതുക്കെ വിനയത്തോടെയും നാണത്തോടെയും ശ്രീരാമന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. ശേഷം തന്റെ സുന്ദരമായ മിഴികൾ കൊണ്ട് ശ്രീരാമനെ ഒന്ന് നോക്കിയ ശേഷം വിവാഹമാല അണിയിക്കുകയും ചെയ്യുന്നു. ഈ നോട്ടത്തെ കവി നേത്രോൽപലമാല ഇട്ടതിനോട് ഉപമിച്ചിരിക്കുന്നു.
സ്വയംവരത്തിനായി അണിയിച്ചൊരുക്കിയ സീതയുടെ സുന്ദര രൂപം കൺമുന്നിൽ കാണുന്ന പോലെ ദർശിക്കാൻ എഴുത്തച്ഛന്റെ കാവ്യ ഭാവനയിലൂടെ നമുക്ക് കഴിയുന്നു. ഒരു സ്ത്രീയിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാന ഗുണങ്ങളാണ് വിനയവും ലജ്ജയും. ഈ ഗുണങ്ങളും മറ്റുള്ളവരോടുള്ള ബഹുമാനവും സീതയുടെ രൂപത്തിലൂടെയും ചെയ്തികളിലൂടെയും കവി വ്യക്തമാക്കുന്നു. ചൊല്ലിനാൻ വിശ്വാമിത്രൻ, മൈഥിലി സന്തോഷം പൂണ്ടാൾ. അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിക്കുക. ക്രിയാപദങ്ങളിൽ ആൻ, ആൾ എന്നിങ്ങനെയുള്ള പ്രത്യയങ്ങൾ ചേർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വാക്യത്തിലെ കർത്താവിന്റെ ഏതെങ്കിലും സവിശേഷതകൾ ഇത് ഉൾക്കൊള്ളുന്നുണ്ടോ? സമാനമായ മറ്റു പദങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി സവിശേഷത വ്യക്തമാക്കുക. ഒരു ക്രിയ ചെയ്യുന്ന ആൾ പുരുഷനാണെങ്കിൽ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ക്രിയയോട് കൂടി ചേർക്കുന്ന പ്രത്യയമാണ് ആൻ. സ്ത്രീയാണെങ്കിൽ ഇത് ആൾ എന്നാകുന്നു. ഇതിൽ ആദ്യത്തെ വരിയിൽ വിശ്വാമിത്രൻ ചൊല്ലി എന്നതാണ് ചൊല്ലിനാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വാമിത്രനോടുള്ള ബഹുമാനാർത്ഥമാണ് വിശ്വാമിത്രൻ ചൊല്ലി എന്നത് ചൊല്ലിനാൻ എന്ന് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മൈഥിലി സന്തോഷം പൂണ്ടു എന്നതാണ് പൂണ്ടാൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അധിക ബഹുമാനം സൂചിപ്പിക്കാൻ സ്ത്രീയോടും പുരുഷനോടും ആർ എന്നും ചേർക്കാറുണ്ട്. മാനവവീരൻ വാഴൻ നാശിയും ചൊല്ലിയിടിനാർ എന്ന വരി ഇതിനുദാഹരണമാണ്. പാഠഭാഗത്തുള്ള മറ്റുദാഹരണങ്ങളാണ് പിന്നാലെ വരണാർത്ഥമാലയം ഇട്ടിടിനാൾ, ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ, അതുപോലെ തന്നെ ആനന്ദാമ്പുതി തന്നിൽ വീണുടൻ ഒഴുകിനാർ, മാനവവീരൻ വാഴൻ നാശിയും ചൊല്ലിയിടിനാർ. ഇനി ഇതിൽ കാണിക്കുന്ന ചോദ്യോത്തരങ്ങൾ നിങ്ങൾ തന്നെ വായിച്ച് പഠിക്കേണ്ടതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. കാരണം ഈ മാതൃകയിലുള്ള ചോദ്യോത്തരങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ചോദ്യോത്തരങ്ങളാണ് ഇനി കാണിക്കുന്നത്.